നമുക്കിന്ന് ഒരു ഉള്ളിത്തോരൻ ഉണ്ടാക്കാവേ. അതിന് ഞാൻ ഉള്ളി നമ്മൾ അരയ്ക്കുന്ന ഇതില്ലയോ ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചാണ്. രണ്ടെണ്ണം മേടിച്ച, രണ്ടും പോയി. എനിക്ക് കൈ വയ്യാത്തത് കൊണ്ട് വീണ്ടും ഒരെണ്ണം മേടിച്ചാണ്. ഇതിനകത്ത് ഞാൻ അരിഞ്ഞതാണ്. ഉള്ളിയുമുണ്ട്, 2 പച്ചമുളകുമുണ്ട്, അത്രയേ ഉള്ളൂ. ഉള്ളിഞ്ച് സവോള, 2 സവോള, ഈ 2 പച്ചമുളക് അത് അതിനകത്ത് തന്നെ കഴിക്കുകയാണ്. പിന്നെ നമ്മൾ കടുക് വറുക്കാനായിട്ട് 2 വറ്റൽമുളകും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പോയെന്ന്, അല്ലാതെ ഇതാ ഈ മീഷോയിൽ നിന്ന് മേടിച്ചാൽ കൊള്ളത്തില്ലായിരുന്നു. 2 എണ്ണം മേടിച്ച്, രണ്ടും പോയി. അതിനകത്തിപ്പോൾ കരിവേപ്പില ഇട്ട് വെക്കുക. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും, 2 വെളുത്തുള്ളിയും, ഇച്ചിരി ജീരകവും, 2 കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാം. കരിവേപ്പിലയും ആ മുളക് കൂടെ നമ്മളിട്ട് അതൊന്നും ഇതായി കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കരിവേപ്പില മുട്ട നമുക്കൂടെ ഉള്ളി അങ്ങോട്ട് ഇടാതെ. ഞാൻ 2 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്, 2 എണ്ണം. ഇളക്കി കൊടുക്കും. എണ്ണ എല്ലാവർക്കും ഇതാകുന്നിട്ട് ഇളക്കി വെള്ളം ഒന്ന് വലിയുന്നതിൻ്റെ ഇളക്കി കൊടുക്കും. നമുക്ക് ശകലം ഉപ്പിടാതെ. ഇതൊന്ന് ശകലം കൂട്ടി കൊടുക്കുവാണ്. നമുക്കിതൊന്ന് ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് സേവാനായിട്ട് കൊടുക്കാതെ ഇത്രയും പറഞ്ഞാൽ മതി. ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. നോക്കുമ്പം ശരിയാണ്, വെന്തിട്ടും കൊണ്ട് ഒരു കളർ വ്യത്യാസം വന്നിട്ടില്ലേ. നമുക്കിത് ഒന്നുകൂടൊന്ന് തോർത്തി എടുക്കാം. ഒന്ന് ഒരു കളർ ഇതായിക്കോട്ടെ, ഒന്ന് മുരിഞ്ഞ പോലൊരു കളറില്ലേ, ആ കളറാവട്ടെ. ഇത് ചെറിയ ഇതേ ഉള്ളത് കൊണ്ടാണ് ഇളക്കാനും ഒക്കെ ഇരിക്കുന്നത്. എനിക്ക് ചീനിച്ചിട്ടുണ്ട്, അത് കരിഞ്ഞങ്ങ് പിടിക്കാമല്ലോ, ഒന്നും ചിരിച്ചിട്ട്. ഇനി നമുക്ക് തേങ്ങ ചതച്ച് ചേർക്കാതെ. തേങ്ങ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കണേ. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് സാധനം കൂടെ ചേർക്കാനുണ്ട്. ഈ അരപ്പിൻ്റെ ഒരു പച്ച ചുവ മാറുന്നുണ്ടത്. അതിൻ്റെ ഒരു പച്ച ഇതുണ്ട്, പച്ച തേങ്ങ നമ്മളിട്ടതല്ലേ, അതിൻ്റെ ചതച്ചതിൻ്റെ
അതിൻ്റെ ഒരു ഇത് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂടുതലാണ്, ഒന്ന് കുറക്കട്ടെ. നമ്മൾ ഉപ്പിട്ടായിരുന്നു, അതിൽ നമ്മളെ ചേർക്കേണ്ട സാധനം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പച്ച ഇതങ്ങ് മാറിക്കോളും. നമ്മൾ അടച്ചിരുന്നെങ്കിൽ വെക്കണ്ട. ഇത് ഉള്ളി ആയതുകൊണ്ട് ആവിവെള്ളം പിന്നെ ഇറങ്ങി അതങ്ങ് കുഴയും. അത് ഇനിയും നമ്മൾ അടച്ച് വെക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഇട്ട് അതിൻ്റെ ആ വെള്ളം, തേങ്ങയുടെ ആ വെള്ളമെല്ലാം മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ഓർന്ന പരുവമായി ഇട്ടുണ്ടല്ലോ. ചെറുതായിട്ട് പൊട്ടുന്ന പോലെ തോന്നുന്നില്ലേ, ഉള്ളിയുടെ എല്ലാം കടന്ന്. ഈ പരുവം മതിയേ. ഇനി നമുക്ക് നടുക്കിച്ച് സ്ഥലം ഉണ്ടാക്കണം. നമുക്കൊരു മുട്ട പൊട്ടിച്ച് നടുക്കോട്ട് വയ്ക്കണം. എന്നിട്ട് ചെറുതായിട്ട് ചൂടിൻ്റെ ഇത് വീണമെന്നൊരു സംശയം. ചെറുതായിട്ട് തീ പൊട്ടിക്കൊടുക്കട്ടെ. തോക്കശാലം കിട്ടും. ചെറുതായിട്ട് നമുക്ക് നടുഭാഗത്ത് തന്നെ വെച്ചിരുന്ന് പിന്നെ ഇളക്കി അതിൻ്റെ വെള്ളം ഒന്ന് കരിയുന്നതിനും വരെ. ഇങ്ങനെ ഉള്ളിയുടെ കൂടെ കിടന്ന് അങ്ങ് കുഴയും. ഒന്ന് വളർത്തട്ടെ, ഇത് കൂട്ടി വെച്ചാൽ ഇനി നമ്മൾ ചിക്കി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ശക്കലം കുരുമുളക് പൊടിയൊക്കെ ഇടാമേ. ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് കുരുമുളക് പൊടി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ശകലം കുരുമുളക് പൊടിയും ഇടാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടി ഇടാം, ഒരു നുള്ളു മുളക് പൊടി ഇടാം. ഇവിടെ ഞാൻ പച്ചമുളക് ശരിക്കും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടില്ല 2 ഇട്ടിട്ടുണ്ട്. എരിവ് കാണും, അതുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ശക്കലം ഈ മുട്ട നമ്മൾ നടുക്കൊഴി ചിക്കി തുറക്കുന്ന സമയത്ത് അതിനകത്തോട് ശകലം കുരുമുളക് പൊടി, നടുക്കോട്ട് തന്നെ ഇച്ചിരി മുളക് പൊടി ചേർക്കാം. ഇതിലൂടെ നമുക്ക് 2 മുരിങ്ങയില കൊണ്ടുവന്ന് അതുകൂടെ അതിന് ഞാൻ ഇനിയൊരു ദിവസം കാണിക്കാം. മുരിങ്ങയിലയും കൂടി ഇടാമെങ്കിൽ അതിലും നല്ല ടേസ്റ്റാണ്. നമുക്കൊരു പിടി മുരിങ്ങയിലയും കൂടി ഇടാം. ഇത്തിരി ഇടരുത്, ഒരു പിടി എടുത്ത് ആ മുരിങ്ങയിലയും കൂടെ നമ്മൾ കടുക് വറക്കുന്ന സമയത്ത് അത് വിട്ട് ഉള്ളിയുടെ കൂടെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ നമുക്ക് കൊടുത്തു വിടാനും. പിന്നെ ഈ മുരിങ്ങയില ഒത്തിരി ആകുമ്പോൾ കയ്പ്പ് തോന്നും. പിന്നെ ആ ഒത്തിരി ഒരു പിടി എടുത്തൊന്നരിഞ്ഞ് അതിൻ്റെ കൊടുത്തിടാമെങ്കിൽ ഈ ഒരു മുട്ടയും ഇങ്ങനെ ഇട്ട് ചെയ്യാമെങ്കിൽ നല്ലതാണ്. നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാവേ. ഉപ്പെല്ലാം ഉണ്ട്, നല്ല ഉപ്പുണ്ട്. എനിക്ക് എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം പാകത്തിനുണ്ട്. ഒന്നുകൂടെ വെള്ളമയം ഒന്ന് സവോള അതുകൊണ്ട് ലൈറ്റ് ഒരു ചെറിയ മതിപ്പ്. അതിനവരുടെ കുരുമുളക് പൊടി ഇട്ടാൽ നമുക്ക് അത്ര അറിയത്തില്ല. എൻ്റെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി എരിവുണ്ട്. കുരുമുളക് പൊടി ലൈറ്റ് പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടാൽ നല്ലത്. ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത് തോരനാണ്. ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഈ തോരനൊന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് ഇത് നോക്കിയിട്ട് എനിക്കിതിൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമുക്കൊരു കറി ആണിത്. ഉച്ചകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ വെക്കാവുന്ന ഒരു തോരനാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. ഇത് കേട്ടോ, എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം. ഇത് താഴെയൊക്കെ പോകുന്നതേ എൻ്റെ ഇത് ചെറിയ പാത്രമായതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.